ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു. ഭാവി തലമുറയെ കലാ കായിക സാംസ്കാരിക രംഗത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ഇവയെല്ലാം ചേർന്നതാണ് സമൂഹത്തിന്റെ മുന്നേറ്റമെന്നും അതിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത എം മണി MLA പറഞ്ഞു. 1 കോടി രൂപ ചിലവഴിച്ചാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കിയത്. 50 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും 50 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടും വിനിയോഗിച്ചാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത പദ്ധതിയാണ്. അതിന്റെ ഭാഗമായാണ് ഇത്തരം സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച എം മണി MLA പറഞ്ഞു. 10 കോടി രൂപ ചിലവിട്ടാണ് നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയം പൂർത്തീകരിച്ചത്. 40 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പച്ചടി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്നും MLA എം മണി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന ഏത് പ്രവർത്തനവും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടിയുള്ള പരിശ്രമവും നടത്തേണ്ടതുണ്ട്. കായിക രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തെ പ്രവർത്തനവും അനിവാര്യമാണ്. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പും സമൂഹത്തിൻ്റെ മുന്നേറ്റവും എന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. വലിയ സ്വർണ്ണ മെഡൽ നേടിയ, ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ കായിക താരങ്ങൾ ഇങ്ങനെ താഴെ തലത്തിൽ നിന്നും വളർന്നു വന്നവരാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. വനിതാ വികസന കോർപ്പറേഷൻ ലോൺ മേളയുടെ ഉദ്ഘാടനവും യോഗത്തിൽ എം മണി MLA നിർവഹിച്ചു. വായ്പാ പദ്ധതിയുടെ ഭാഗമായി 1,73 ലക്ഷം രൂപയുടെ ചെക്ക് എം മണി MLA ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ സനില ഷാജിക്ക് കൈമാറി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, സാമൂഹ്യ സാംസ്കാരിക മത സാമുദായ നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന.